ഈ ബി.ജെ.പിയുടെ നേതൃയോഗം ഇന്ന് നടക്കുകയാണ് തിരുവനന്തപുരത്ത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയും നാളായിട്ട് ഒരു പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയ പ്രതിസന്ധി അവരിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇനി മുന്നിൽ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും അവർക്ക് ഈ പ്രസിഡന്റിനെല്ലാം പ്രഖ്യാപിച്ച് ഒന്ന് കരുത്താകാൻ കഴിയുമോ? അല്ല, ആ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷിച്ച് ഈ പ്രസിഡന്റ് സ്ഥാനം കൈകാര്യം ചെയ്യാനായിട്ട് ആളിനെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നുകിൽ സുരേന്ദ്രനെ തുടരുക, അതല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നത് ഇത് ജനുവരി മുതൽ തുടങ്ങിയതാണ്. അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും, ഈ ആഴ്ച പ്രഖ്യാപിക്കും. ഇതിനിടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, എന്നെ പ്രസിഡന്റാക്കാൻ തീർച്ചപ്പെടുത്തി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അത്തരത്തിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതായിട്ടും രാജീവ് ചന്ദ്രശേഖർ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ മറ്റു ചിലരും രംഗത്തെത്തി, ശോഭാ സുരേന്ദ്രനും ടി രമേശും. അപ്പോൾ ഇപ്പോൾ അവസാന റൗണ്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് ഈ 3 പേരാണ്. ഈ 3 പേരിൽ മുൻതൂക്കം കാണുന്നത് രാജീവ് ചന്ദ്രശേഖരനുമാണ്. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരനോട് കേരള രാഷ്ട്രീയത്തിലെ കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഇറക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ശോഭാ സുരേന്ദ്രൻ അവസാന ഘട്ടവും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ പോരാട്ടം തുടരുകയാണ്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണയും ഇതുപോലെ ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിച്ചാൽ നല്ലതാ, പക്ഷേ അതിനകത്ത് വേറെ ചില പ്രശ്നങ്ങൾ ഉടൻ രൂപം കൊള്ളും. അതായത് ശോഭാ സുരേന്ദ്രൻ ഈ ഒരു പാർട്ടിയിലെ ഒരു വിഭാഗമാണ്, വേറെ വിഭാഗക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അവർ പ്രശ്നമാക്കും. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് അങ്ങനെ വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വിഭാഗീയതയുടെ കൂട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇല്ല. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വം, അതായത് അമിത്ഷാ മോദി കൂട്ടുകെട്ടിൻ്റെ നല്ല ബന്ധമുള്ള ആളാണ്. കേന്ദ്ര സഹമന്ത്രിയായിട്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ജയിച്ചു എന്നിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രിയും ആകുമായിരുന്നു. അത് തിരുവനന്തപുരത്തെ പ്രചാരണ വേളകളിലൊക്കെ മുഴങ്ങിക്കേട്ട ഒരു കാര്യവുമാണ്. എനിക്ക് തോന്നുന്നു, അല്ല, ആര് പ്രസിഡന്റ് ആയാലും 2026 എന്ത് നേടുന്നു അതാണ് ചോദ്യമല്ലേ 3 പാർട്ടികളെ സംബന്ധിച്ച്. 2026 ബി.ജെ.പിക്ക് ചില നേട്ടം ഉണ്ടാകും, എന്തായാലും ഉറപ്പാണ്. കാരണം കോൺഗ്രസ് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു, UDF മുന്നണി. CPM ഇവിടെ ഒന്നും കൂടെ ക്ലച്ച് പിടിച്ച് കയറി വരാനുള്ള ശ്രമവും നടത്തുന്നു. അവരായിരിക്കും 3ാം വട്ടമെന്ന് അവരും പറയുന്നു. അവർ പറയുന്നതനുസരിച്ച് മറ്റ് ചിലർ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ BJP ഒരല്പം സ്പേസ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ LDF സർക്കാർ 3ാം വട്ടവും അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരിക്കലും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി UDF ആണ് വരുന്നതെങ്കിൽ പോലും വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് സീറ്റ് BJPയിലേക്ക് കൂടി പോകുമെന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ല, എന്നാലും ഈ ഒരു ജനകീയ മുഖം അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ലല്ലോ BJPക്ക്. അതൊക്കെ കൊണ്ട് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കാനുള്ള നീക്കം. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJP തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയ നോട്ടമുണ്ട്. ഒരു 4 മണ്ഡലമെങ്കിലും കൈക്കലാക്കാം എന്നവർ കണക്ക് കൂട്ടുന്നു. തിരുവനന്തപുരവും വട്ടിയൂർക്കാവും കഴക്കൂട്ടം നേമം, മറ്റ് 3 മണ്ഡലങ്ങൾ ഈ തീരദേശവും അല്ലേ, പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയും ഒക്കെയാണ്. അവിടമാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ വോട്ട് കുറഞ്ഞത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ പുതിയ മണ്ഡലങ്ങൾ അവർക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ആറ്റിങ്ങൽ, കാട്ടാക്കട, വർക്കല അടക്കമുള്ള പല മണ്ഡലങ്ങളും. അത് കാട്ടാക്കടയെ അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെയും വളരെ കൂടുതലായിട്ട് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇടമാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലവും. അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്ത് നോക്കണം. ഇപ്പോൾ ആലപ്പുഴ നോക്കിയാൽ അവിടെയും സാധ്യതയുള്ളതാണ്. അല്ല, പിന്നെ നാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ചർച്ച ചെയ്തിട്ടില്ല, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഒരു MP ഉള്ള സ്ഥലം കൂടെയാണ്. തൃശ്ശൂർ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി അങ്ങനെ കേന്ദ്രം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി അവിടെ ഇപ്പോഴും പ്രവർത്തനം നടത്തണം എന്നുള്ള രീതിയിൽ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ. ഇനിയിപ്പോൾ
ശോഭാ സുരേന്ദ്രനും അത്തരത്തിലുള്ള സ്ഥാനം കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ചില എത്രയോ മണ്ഡലങ്ങളങ്ങ് നോക്കിക്കൊള്ളും. അതുപോലെ PC ജോർജിനും കൊടുക്കണം. അപ്പോൾ ഈ ക്രൈസ്തവ ഏരിയ കൂടുതലായിട്ടുള്ള ഇടങ്ങളുണ്ടല്ലോ, കോട്ടയമോ അങ്ങനെ കുറേ നിയമസഭാ മണ്ഡലങ്ങൾ, അത് കൊടുത്തു കഴിഞ്ഞാൽ PC ജോർജും ഷോൺ ജോർജും അതൊക്കെ കൈകാര്യം ചെയ്യും. ഒപ്പം ജോർജ് കുര്യനും ഉണ്ട്. അപ്പോൾ ഇത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ BJPക്ക് സാധിക്കുന്ന ഇടം തന്നെയായിരിക്കും. രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുന്നതോടെ തിരുവനന്തപുരത്ത് ഈ നേട്ടം വന്നാൽ വലിയ നേട്ടമായിരിക്കും. കൈവിട്ടുപോയ നിയമം ഉൾപ്പെടെ തിരികെ പിടിക്കാൻ കഴിഞ്ഞാൽ ഈ 24 കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഇടങ്ങൾ BJPക്ക് അനുകൂലമാണ്. ഇപ്പോൾ പലരും പറയും ലോക്സഭ അല്ല നിയമസഭ എന്നൊക്കെ പറയും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ജനം അറിഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പിന് 2-3 മാസങ്ങൾക്ക് മുമ്പാണ്. അത് താഴെത്തട്ടിലുള്ളവർ അപ്പോഴാണ് അറിഞ്ഞത്. ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിഭാഗത്തിന് അറിയാം എങ്കിലും രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് വന്ന് മത്സരിക്കുമെന്ന് പോലും ആരും കണക്ക് കൂട്ടിയതല്ല. പക്ഷേ മത്സരിച്ചപ്പോൾ ഇത് തരൂരിന് തന്നെ ഒന്ന് ഭയപ്പെടുത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. തരൂർ ഒരു പിന്മാറ്റം വരെ നടത്തിയതാണ്. കോൺഗ്രസ്സുകാർക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു ഇത് കിട്ടും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുന്നത് ആ ഒരു രീതിയിൽ കൂടി ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിയും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾക്ക്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് ഏത് തരത്തിലായിരുന്നു പ്രവർത്തിച്ചത്, അതുപോലെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലങ്ങളുണ്ടല്ലോ, അവിടെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ പ്രവർത്തനത്തിലേക്ക് പോകണം. 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ ധാരാളമുണ്ട്. ഇത് ഇത്രയും കൂടെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഈ പിന്നെ ഇവിടെ CPM-ഉം അല്ല, മറ്റൊരു കാര്യമുണ്ട്. BJPക്ക് 1-ാം സ്ഥാനം എത്തണം. പക്ഷെ ഇവിടെ BJP ഇപ്പോൾ കേരളത്തിൽ 3-ാം സ്ഥാനമാണ്. 2-ാം സ്ഥാനത്തേക്കുന്നത് കോൺഗ്രസിന്റെ UDF. പക്ഷെ ഈ 2-ാം സ്ഥാനത്തിലേക്ക് വളരാതെയാണ് അവർ 1-ാം സ്ഥാനത്തിലേക്ക് പോകുന്നത്. ഒരു പ്രതിപക്ഷ പാർട്ടി അല്ലേ കോൺഗ്രസിന് ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കരുത്ത് കാണിക്കാനുള്ള കഴിവ് ഇപ്പോൾ നിലവിലില്ല, അവർ കാണിക്കുന്നുമില്ല. പക്ഷെ ആ സ്ഥലത്തേക്ക് BJPക്ക് വേണമെങ്കിൽ വളർന്നു കയറാം. ഇപ്പൊ കോൺഗ്രസ് നിഷ്പ്രഭമായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അത് BJPയുടെ ഒരു കഴിവുകേടല്ലേ? അത് BJPയുടെ കഴിവുകേടാണ്. ഇവർക്ക് ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ഇപ്പം നമ്മളെപ്പോഴും പറയുന്നതല്ലേ, പാലക്കാട് ഇവർക്ക് കൈക്കിട്ടിയ അവസരമല്ലേ. പിന്നെ 21-ൽ നിയമം കൈമോശം വന്നുപോയി. ഇതൊക്കെ കഴിവുകേടല്ലേ. അപ്പോൾ ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങളും ഇവർ കളഞ്ഞു കുളിച്ചവരാണ്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതൊക്കെ കൊണ്ടുകൂടി ആയിരിക്കാം ഈ BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇറക്കാനായിട്ട് തീർച്ചപ്പെടുത്തുന്നത്. എന്നുവെച്ചാൽ ശോഭാ സുരേന്ദ്രൻ മോശമെന്നല്ല, MD രമേശും മോശമെന്നല്ല. MD രമേശും വളരെ സീനിയറായിട്ടുള്ള, ശോഭാ സുരേന്ദ്രൻ വന്നാൽ അത് വേറൊരു തരത്തിൽ ഇളകി മറിയും എന്നുള്ളതുമാണ്. അപ്പോൾ എന്തായാലും BJPയുടെ നീക്കങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ്. ഇവിടെ 26-ൽ ചെറു ചലനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത്. ചെറിയ ചലനമല്ല, അത് ഒരു വലിയ ചലനമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.